ഹലോ ഗൈസ്, ഇന്നത്തെ രാത്രി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളില്ലേ ചിരിക്കട നമ്മളെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പറമ്പിലാണ് ഉള്ളത്. കാട്ടിൽ ഈ കാട്ടിലെ എന്നാ ഇനി പറയാ തന്നെ ഇറുക്കെന്നെ ഇവിടെ പറയൂ. പക്ഷെ ഇതിന്റെ ശരിക്കും ചീവീട് പിന്നെന്താ ഇറുക്കന് തന്നെ എന്തോ ഇറുക്കുന്നുണ്ടാവുന്നു. അതൊക്കെ ഇപ്പൊ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പോയിട്ട് വരും. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറമാണ്. നമ്മൾ റേഞ്ച് സത്യം പറഞ്ഞാൽ തപ്പിയിട്ട് വന്നാ കിട്ടുന്നിടത്ത് നിൽക്കും. അപ്പോൾ നമ്മളിതാ പൊക്കോണ്ടിരിക്കുക. അപ്പുറത്തുള്ള പറമ്പിലോട്ടാ പോകുന്നത്. നമ്മളെ പറമ്പിലല്ല കേട്ടോ, നമ്മളെ പറമ്പ് ഇവിടുന്ന് കുറച്ചങ്ങ് മുകളിലോട്ടാ. ഒന്നും കാണുന്നില്ല. ടോർച്ച് വിളിച്ചാൽ മാത്രമേ കാണൂ. കണ്ടോ നമ്മളന്ന് വെള്ളച്ചാട്ടത്തിലല്ല, നമ്മൾ കോറയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലോട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. വെറുതെ കത്തിയെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്. എന്തിനാന്നൊന്നും അറിയില്ല. അത് വല്ല കാടോ പടലോ ഉണ്ടെങ്കിൽ ഒരു കത്തി കൂടി ഫോർവേഡ്. രണ്ടാക്ക് കൊത്താൻ ആരെ കൊത്താൻ? ആരെയും കൊത്താനില്ല. അല്ലേലേ കണ്ണൂരുകാർക്കൊരു ചീത്ത പേരുണ്ട്. അത് ഊട്ടി ഉറപ്പിച്ച് കൊടുക്കരുത്. നമ്മൾ ഇതുവഴിയെ പോകുന്നു. സത്യം പറഞ്ഞാൽ വഴിയൊന്നുമില്ല, നമ്മൾ വഴി ഉണ്ടാക്കി പോവാണ്. നമ്മളെ ധാരണ അനുസരിച്ച് അവിടെ ഒരു പാറയുണ്ട്, അവിടെ നമുക്ക് റേഞ്ച് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോവാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ റൂമിലിരുന്ന് മണിക്കൂറുകൾ ഇരുന്നിട്ടും നമുക്കത് അപ്ലോഡായി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാളെയും ഒരുമാതിരി സൈക്കോ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് നമ്മളിതിപ്പോൾ പറമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പറമ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാടാണ്. കാട്, വിജലംബിച്ച കാട്. അപ്പോൾ ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആ മരം കണ്ടോ? ആ മരം കാണുമ്പോൾ ഒരു അയ്യാ, നിങ്ങളാരും ഈ മരം കാണുന്നില്ല കേട്ടോ. ഞാൻ വേറൊരു വ്ലോഗിൽ ഈ മരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. രാത്രിയായി കണ്ടോ, ചില്ലകൾ കാണുന്നുണ്ടോ? വല്ല മരപ്പട്ടിയോ എന്തേലൊക്കെ കണ്ട നിങ്ങൾ പേടിക്കരുത് കേട്ടോ. പക്ഷേ നമ്മൾ പേടിക്കും. ആദ്യത്തെ ഓട്ടം വെച്ച് കൊടുക്കുന്നത് അക്കുവായിരിക്കും. അക്കുവിന് പിന്നെ വഴി അത്ര വലിയ നിശ്ചയമില്ലാത്തോണ്ട് വഴി അപ്പൊ നമ്മള് വിചാരിച്ച പോലെ ഇവിടെ അത്ര കാടില്ല. കണ്ടോ, ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ പാറേൻ്റെ പുറത്തേ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റേഞ്ചൊക്കെ നോക്കട്ടെ. ഇതുകൊണ്ട് യക്ഷി ഞാൻ പേദവാ ഏണ്ടോ മാവൊക്കെ കണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ കയറി കളിച്ച മാവാണ് കേട്ടോ. എല്ലാവരുടെയും ശ്രദ്ധിക്കാം. ഇവിടെ ഒരു പേരക്കമരം ഉണ്ടായിരുന്നു കേട്ടോ, അത് മുറിച്ച് കളഞ്ഞു. അതിൻ്റെ ആ പേരക്കമരത്തിൻ്റെ മുകളിൽ ഞാൻ രണ്ടോട്ടം അങ്ങനെ വീണിട്ടുണ്ട്. പഠിക്കൂല. കറിക്കുക. അപ്പൊ ശരി ഗൈസ്, നമ്മളപ്പോ ഇവിടെ റേഞ്ച് ഉണ്ടോ നോക്കിയിട്ട് പിന്നെ വേറെ ഉള്ള ആളെ പറമ്പായതുകൊണ്ട് പിന്നെ തീടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒഡോമസിൽ എടുത്തിട്ടാണ് വന്നത്. തീടുന്നേ കൊതുക് കടിക്കുന്നതിനുണ്ടാട്ടാ, പറമ്പ് കത്തിക്കാനല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ റേഞ്ച് നോക്കട്ടെ. നമ്മളപ്പോൾ പാറപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടാ റേഞ്ച് നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ രാത്രി കറക്കം ഇന്നും ഉണ്ട് കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. കാരണം നമ്മൾ ഇന്നലെ അവിടെ പോയതിന് ശേഷം ഫുഡ് കഴിക്കാനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, മഴ പോകുന്നതിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണെങ്കിൽ ഇതുകൊണ്ടേ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് റേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ കേട്ടാ. ഇന്ന് നമ്മൾ അമ്മേനെ പറ്റിച്ച് വേറെ വഴി കൂടിയാണ് പോകുന്നത്. വഴി എവിടാ? നമ്മൾ കുഞ്ഞുട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കേട്ടാ. അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. ചന്ദ്രനെ
ഞാനാണ് വഴി കെട്ടി വഴി തെറ്റിക്കാണ്ടിരുന്നാ മതി നാട്ടുകാരേ വീട്ടുകാരേ. മഴ പെയ്ത് പാറ മൊത്തം നനഞ്ഞിട്ടുണ്ട്. നമ്മൾ കവറിലെടുത്തിട്ടാ വന്നേ. ഇതാ രണ്ടാള് കേരോ. അപ്പം നമ്മൾ മൂന്നാളും പാറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി റേഞ്ചെല്ലാം നോക്കട്ടെ. മഴ പെയ്തോണ്ട് ഇനി ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അഥവേ റേഞ്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറേണ്ടി വരും ഗൈസ്. സ്ഥലം മാറ്റം കിട്ടിയ കൂട്ടുകാർ അത് ശരിയാ. നമ്മളിപ്പോ കൊടക്കീടിന്റെ അടിയിലാണ്. അല്ല അതങ്ങനെയാ കൊടേന്റെ അടിയിലാണ് ഗൈസ്. സംഭവം എന്താന്ന് വെച്ചാൽ മഴ പെയ്ത് കൊടയും ചൂടി ഇരുന്നേക്കുന്നതാണ്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ്. എന്റെ കൈക്ക് ചോരയുണ്ടല്ലോ. കുറേ വീഡിയോ എടുത്ത് നമ്മൾ എഡിറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ സംഭവം അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല. മഴയെല്ലായോണ്ട് ഭയങ്കര ഇടങ്ങാറാണ് ഗൈസ്. മഴ കൂട്ടുകാരി, നമ്മളിപ്പോൾ മഴയത്താണുള്ളത്. കൊടേന്റെ അടിയിലാണുള്ളത്. കൊട പോലും കൊട. മൂന്നാളും മഴ പെയ്ത് മഴ. അയ്യാ എന്റെ കണ്ണിലടിക്കല്ലേ. തണുക്കുന്നുണ്ട്. തണുപ്പൊന്നുമില്ലേ? ഉണ്ട്. അനക്ക് തണുപ്പില്ലേ? നോക്ക് മരവിച്ചിട്ടുള്ള ഇവള് ചത്തു ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ അടുത്ത് കൂടെ ആരെങ്കിലും പോയാൽ പേടിച്ച് ചത്തു ഉറപ്പാ. എന്താ വെച്ചാൽ നമ്മൾ ചിരി കേട്ടിട്ട് നമ്മളല്ല എക്സ്പ്രഷനിൽ ഒരാൾ ചിരിക്കുന്നു. ഇല്ല ഞാൻ കണ്ടാ ചിരി കേട്ടാ. ഒരു വെള്ള സാരി അപ്പൊ നെക്സ്റ്റ് വ്ലോഗ് ഞാൻ പ്രേതായിട്ട് ഇവളെ വീട്ടിന്റെ വേക്ക് പോയിട്ട് ഇവളെ പേടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തു. സത്യം. പിന്നെ ഞാൻ പേടിച്ചോകൂലേ? ഇങ്ങനെ ഒരു നിഷ്കളങ്കമായ പാവക്കുട്ടീനെ പേടിപ്പിക്കാൻ പറയുന്ന നിങ്ങളെ പാവക്കുട്ടിയല്ല, പാവം കുട്ടീനെ പേടിപ്പിക്കാൻ പറയും നിങ്ങളൊക്കെ ഒരു ചേച്ചിയാണോ? ഇവനെ ഇല്ലേ, ഇവനെ അമ്മ വിളിച്ച് കൂട്ടം കൂടി ഗൈസ്. എടാ ഇനി അടിയല്ലേ ഇനി എന്താക്കുന്നായിരുന്നു? ഞമ്മളെ കൂട്ടം കൂടില്ല, കാരണം നമ്മൾ ഇവന്റെ പേരും പറഞ്ഞിട്ടിറങ്ങിയതാ. ഇപ്പൊ സമയം എന്തായിന്നറിയോ? നിങ്ങളെ ഫോണിൽ കാണിച്ച ഞാനിത് ഇവന്റെ ഫ്ലാഷ് എടുത്ത് അയ്യോ ചാറ്റുകളൊക്കെ ഇപ്പൊ കണ്ടു. 11:09 കണ്ട നിങ്ങള് കാണുന്നുണ്ടോ ഗായ്സ്? ഞങ്ങൾ ഫ്രീ ഫയർ കാണുന്നുണ്ട്. ഇതാ കണ്ട 11:09. 11 ഞാനില്ലേ 11:11 കാണിച്ചു തരാൻ വരെ. നമ്മള് എത്ര മണിക്ക് അങ്ങോട്ട് വന്നതെന്നറിയാം? 8 മണിക്ക്. എന്നിട്ട് 3 മണിക്കൂറായി ഗൈസ് നമ്മൾ ഈ കൊടയും പിടിച്ച് ഇരുന്നേക്കുന്നു. ഇവള് 3 മണിക്കൂർ എണ്ണിയത് കണ്ടിനോ? 3 മണിക്കൂറായി. അത് പിന്നെ 8 അത് ഞാൻ എന്തായിട്ട് അങ്ങനെയുണ്ട് 8, 9, 10, 11 അപ്പൊ 3 മണിക്കൂർ അങ്ങനെയാണ് എണ്ണല്. നീ പഠിച്ച സ്കൂളിൽ നമ്മള് പഠിച്ചില്ല. നീ പഠിച്ച സ്കൂളിൽ ഒറ്റൊരു വിദ്യാർത്ഥി ആയിരുന്നല്ലോ. നീ മറ്റേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഓർമ്മയില്ല? ഇവള് പഠിച്ച സ്കൂളിൽ ഇവള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗൈസ്. ഞാൻ പത്രത്തിലൊക്കെ വന്നു ഗൈസ് 1ാം ക്ലാസ്സിൽ ഞാൻ മാത്രം. അങ്ങനെയല്ല, ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ 1ാം ക്ലാസ്സിൽ എന്താ
1ാം ക്ലാസ്സിൽ അനഘ മാത്രം അനഘ മാത്രം അങ്ങനെ വന്നിന് പത്രത്തിൽ. അതിന്റെ സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ വേറെ അതാ പറഞ്ഞ, അതുകൊണ്ടാ നമ്മള് പഠിച്ച മെത്തേഡിലല്ല ഇവള് പഠിച്ചത്. ഇവള് മാത്രം സ്കൂളിൽ ഇവക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത മെത്തേഡുകളിലൂടെ പഠിച്ചു. എന്റെ അമ്മയെ പഠിപ്പിച്ച. അതെ, 1ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ, ഒരു കുട്ടി, ഞാനാണ് സംഭവം അറിയാം. ഞാൻ റെയർ പീസ് ആണ് ഗൈസ്. ഒരു നമ്മളെ റെയർ പീസ് ആരാ? ഞാൻ എന്ത് സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഇവരപ്പടി ചിരിച്ചത്. അതാണ് നമ്മക്കും കൂടെ തോന്നണ്ടേ, നമുക്ക് തോന്നണ്ടേ നീ സീരിയസാ പറയുന്നേന്ന്. പിന്നെന്താ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോണ്ടല്ല ഇവർക്ക് തമാശ, ഇവരിരുന്ന് ചിരിക്കും. അതില്ലേ കണ്ണെല്ലാം ഇങ്ങനെ കുറച്ചും കൂടെ വികസിപ്പിക്ക. ആ ചിരിയെന്ന് വരരുത്. ആ ഇങ്ങനെ ഭയങ്കര മുഖല വലിഞ്ഞു മുറുക്കി. അങ്ങനെ തന്നെ. അപ്പൊ നമ്മള് 1:14 നമ്മളെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പം വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഇതാ തീയൊക്കെ കുട്ടി. നമ്മളെ വീടിന് തൊട്ട് പുറകിലൊരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള. അപ്പോ പറഞ്ഞ എന്താ പറയട്ടെ? അപ്പൊ ശരി ഗൈസ്, ചുമ്മാ കേട്ടോ. അപ്പൊ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. അത് സീരിയസ് അല്ല, സീരിയസ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ ഫണ്ണ് കാണിക്കുമ്പോ അപ്പൊ ഇനി നമ്മൾ പോയി കുറച്ച് കിടന്ന് ഉറങ്ങട്ടെ. കുറച്ചല്ല, രാവിലെ വരെ ഉറങ്ങണോ പിന്നെ പറയുമ്പോ അങ്ങനെ പറയാലോ. അപ്പൊ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത കുരുത്തക്കേടുമായിട്ട് കാണാം. ബൈ. ചിരിച്ചോ? ചിരിക്കാനാ? അയ്യാ പോട്ടെ.